കെ കുഞ്ഞാലിക്കുട്ടിക്ക് അക്ഷരാഭ്യാസമില്ലേ? ഇനി വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഈ അക്ഷരാഭ്യാസം വേണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സാമാന്യഗതിയിൽ ഏതൊരു മന്ത്രിയാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും ഒരു ചുമതലയൊക്കെ വഹിക്കുന്ന ആൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റിൽ മാത്രം ഉണ്ടായാലും പോയിട്ടില്ല. ഈ സാക്ഷരത പണ്ട് എങ്ങനെയാണ് നേടി, എങ്ങനെയാ സമ്പൂർണ്ണ സാക്ഷരമായിട്ടുള്ള കേരളം എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നത് അറിയാമോ? അതായത് കേരളത്തിലുള്ള എല്ലാവർക്കും സ്വന്തം പേരെഴുതാൻ അറിയാമെങ്കിൽ, അതിനോടൊപ്പം ഒരു ഷൂ വരച്ചൊരു ഒപ്പിടാനും അറിയാമെങ്കിൽ സാക്ഷരരായി എന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ വന്നു. ആൾക്കാർ സ്വന്തം പേരെഴുതാൻ പഠിച്ചു. പേരെഴുതാൻ പഠിച്ചതോടുകൂടി തന്നെ അവരങ്ങനെ സാക്ഷരതയിലേക്ക് വന്നു. സമ്പൂർണ്ണ സാക്ഷരതയൊക്കെ നേടി എന്നുള്ളതായിരുന്നു. പക്ഷേ അതല്ല, ഒരു വിദ്യാഭ്യാസ യോഗ്യത ഒരു മന്ത്രിക്കോ ഒരു എം എൽ എക്കോ ഒക്കെ നിർബന്ധമായിട്ട് യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിലും സാമൂഹ്യ ബോധവും അക്ഷരാഭ്യാസവും ഒക്കെ ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം എങ്ങനെയാണ് ഒരു ഫയൽ മുമ്പിൽ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും അത് വായിച്ച് മനസ്സിലാക്കി എന്താണ് കാര്യമെന്നറിയാതെ ഒപ്പിടാൻ പറ്റുമോ? അങ്ങനെ ഒപ്പിട്ട് ഉം. കഴിഞ്ഞാൽ അത് എന്താണെന്നറിയാതെ ആരായിരിക്കും അപ്പോൾ ഭരിക്കുന്നത്? അല്ല, അവരെ സ്വാധീനിക്കാൻ എളുപ്പമായിരിക്കും. കാരണം അതെ, ഇവർക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ ജ്ഞാനമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതെ, ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടായിരിക്കും. അതെ. ഇവരുടെ തന്നെ പേഴ്സണൽ സെക്രട്ടറി ഇവരൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കറപ്ഷന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇങ്ങനെ അതാണ് പറഞ്ഞത്. ഈ പറയുന്ന പോലെ തന്നെ ഭരണം നിർവഹിക്കാൻ കഴിവില്ലാത്ത ആളായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മന്ത്രിക്ക് ഇല്ലെങ്കിൽ എം എൽ എക്ക്, ജനപ്രതിനിധിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ടായിരിക്കുക, കാര്യങ്ങളെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരു സങ്കല്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ വന്നത് എന്നറിയാമോ? അതായത് ആദ്യകാലങ്ങളിൽ, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ പ്രവർത്തനം നടന്നിരുന്ന കാലം മുതൽ തന്നെ ഈ പറയുന്ന നേതാക്കളായി വന്നിരുന്ന ആൾക്കാരെല്ലാം തന്നെ സർവ്വതാ യോഗ്യരായിരുന്നു. അവർക്ക് മികച്ച വിദ്യാഭ്യാസമുണ്ടായിരുന്നു, മികച്ച വായനയുണ്ടായിരുന്നു, ആഴത്തിലുള്ള സാമൂഹിക അവബോധമുണ്ടായിരുന്നു, രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനായിട്ട് കണ്ടിരുന്നത് അതിനെയൊക്കെയാണ്. അതായത് ഒരാൾക്കുള്ള ക്വാളിറ്റികളായിരുന്നു ഇതെല്ലാം എന്ന് പറയുന്നത്. അവരുടെ വിദ്യാഭ്യാസം അങ്ങനെ വിദ്യാഭ്യാസം നേടി മികച്ചവരായിട്ട് വന്നവരായിരുന്നു നാടിൻ്റെ നേതാക്കളായി മാറിയിരുന്നത് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഒരു പ്രധാന ഘടകമായിരുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവനെ, ഇല്ലെങ്കിൽ പാണ്ഡിത്യം, അറിവ് ഒക്കെ ഉള്ളവനെയൊക്കെ ആയിരുന്നു അന്ന് അംഗീകരിച്ചിരുന്നത്. പിന്നീട് അത് നമ്മളുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഗുണ്ടകളായിട്ടുള്ളവന്മാരൊക്കെ നാട്ടിൽ ഗുണ്ടയായിട്ട് നടത്തി, രാഷ്ട്രീയ കൊലപാതകം നടത്തി, ഒരു ഗുണ്ട പരിപാടി അവൻ്റെ പാർട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഗുണ്ടായിസം കാണിച്ച് തുടങ്ങിയ കാലം മുതൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഗുണ്ടാബന്ധമുണ്ടെങ്കിൽ അവരൊക്കെ നേതാക്കളാകാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത്. അതായത് ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കിടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്രമം. അടിസ്ഥാന മൂല്യങ്ങളെ വിട്ട് ഒരു മനുഷ്യൻ മാറി അവൻ അക്രമത്തിലേക്ക് പോയി. അവൻ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് ഒരു തൊഴിലായിട്ടൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഈ മൂല്യച്യുതി ഉണ്ടായത്. ആ മൂല്യച്യുതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് സംഭവിച്ചത്? ഈ പറയുന്ന നേതാക്കന്മാർ ഇവരൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയാൻ തുടങ്ങിയത്, അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയത്, അഴിമതിക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയത്, അതുപോലെ തന്നെ എന്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങി അവർ അവസാനമായിട്ട് അവർ ഈ പറയുന്ന തൻ കാര്യം നോക്കാനും കൂടെ തുടങ്ങിയതോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം അധപ്പതിച്ചു. രാഷ്ട്രീയക്കാരനെ പണവും അധികാരവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ബഹുമാനിക്കപ്പെടുന്നത്. ഒരാളുടെ അറിവും അയാളുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മികവും കൊണ്ടല്ല അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീർച്ചയായും. അല്ല, ഏറ്റവും ഇവിടുത്തെ ഒരു രീതി വെച്ച് ഏറ്റവും കൂടുതൽ കൈയിട്ട് വരാൻ പറ്റുന്ന വകുപ്പുകളിൽ അത് ഞങ്ങൾക്ക് വേണം. ഈ വകുപ്പ് തിരിക്കുന്ന സമയത്ത് തന്നെ ഇത്ര വകുപ്പുകൾ ഞങ്ങൾക്ക് വേണം. പരമ്പരാഗത വകുപ്പുകൾ ഇതൊക്കെ ഇവിടെ മാത്രമേ കേട്ട് പരിചിതമായിട്ടുള്ളൂ. ഇത് ഞങ്ങൾ പരമ്പരാഗതമായി വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ലീഗ് തന്നെ വന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. ഇത്ര വകുപ്പുകൾ ഞങ്ങൾക്ക് വേണം, നിർബന്ധമാണ്. അതിൽ നിങ്ങൾക്കുള്ള കഴിവ് ഇപ്പോൾ അത് കുറച്ചുകൂടെ മികവായിട്ട് മറ്റാർക്കെങ്കിലും അതിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ അതുപോലും വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങൾക്ക് വേണം. ബാക്കിയുള്ള വകുപ്പുകൾ കൊടുക്കുന്ന വകുപ്പുകൾക്കപ്പുറത്തേക്കും എനിക്ക് കൈയിട്ട് വരാൻ പറ്റുന്ന വകുപ്പുകൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഈ വകുപ്പുകൾക്കുള്ള അടികൾ നമ്മൾ പൊതുവെ ഇവിടെ കണ്ടുവരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില് നമുക്കുള്ള പ്രാവീണ്യം എത്രയാണ്, അല്ലെങ്കിൽ നമുക്കതിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന വകുപ്പുകളായിട്ടുള്ള ആരോഗ്യ മേഖല, ദേവസ്വം, ഇതിലൊക്കെ ഇഷ്ടം പോലെ അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് നോക്കുകയാണെങ്കിൽ മുൻകാല സർക്കാരിനെക്കാട്ടിൽ ഇപ്പോൾ ചിലപ്പോൾ മികച്ചത് വരാൻ സാധ്യതയുണ്ടായിരിക്കാം. മുമ്പ് നമ്മൾ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുമ്പോൾ അവർക്കതിൽ നല്ല ഒരു വിഷൻ ഉണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചാവരുത് അവർക്ക് ഉണ്ടാവുന്ന വിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രസ് മീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന പിഴവുകൾ, അവരിരിക്കുന്ന ഏത് മണ്ഡലമാണോ, അവരെ എന്ത്
എന്തിലാണോ പ്രവർത്തിക്കുന്നത്, അപ്പോൾ നമുക്ക് തന്നെ തോന്നുകയാണ്, ഓ, നിങ്ങളുടെ മന്ത്രി എന്ന് പറയുന്നത് അയാൾക്ക് തന്നെ ഒരു വിവരമില്ലാത്ത മനുഷ്യനെയാണല്ലോ നിങ്ങൾ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് ഏറ്റവും കൂടുതൽ എല്ലാവരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിനെക്കാട്ടിലും നയിക്കാനുള്ള ആ ഒരു ആർജവം ഉണ്ടല്ലോ, അതാണ് ഈ വകുപ്പുകൾക്ക് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു വിഷയമാണെങ്കിൽ തന്നെ ഏതോ ഒരു പരിപാടിക്ക് അദ്ദേഹം എഴുതുമായിരുന്നല്ലോ, കുഞ്ഞാലിക്കുട്ടി. എഴുതുന്ന സമയത്ത് ആരോ പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് എഴുതുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇനി പറയുമായിരിക്കും, അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഇക്കായ്ക്ക് അങ്ങനെ എഴുതാൻ പറ്റാതെ പോയത്. ചിലപ്പോൾ ഇതിനകത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എഴുതാൻ അറിഞ്ഞൂടാ, വായിക്കാൻ അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞാൽ കുറ്റമൊന്നുമല്ല. അപ്പം ഞാനൊരു കാര്യം പറയാം. VS അച്യുതാനന്ദന് എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു? VS അച്യുതാനന്ദൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെയായിരുന്നു അന്ന്. അത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിച്ച് നോക്കണം. അന്ന് അത് 8ാം ക്ലാസ് വരെയും കണ്ടാണ് BS പഠിച്ചിട്ടുള്ളത്. പക്ഷെ അന്നത്തെ കാലത്ത് 7ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സ്കൂൾ അധ്യാപകരാവാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ അന്ന് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ അധ്യാപകരാവാൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുന്നത വിദ്യാഭ്യാസമായിരുന്നു അന്നത്തെ കാലത്ത് നിന്ന്. അത് മാത്രവുമല്ല, VS അച്യുതാനന്ദനെ പോലൊരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എഴുത്തും വായനയും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ഉള്ള ആളായിരുന്നു. നല്ല അറിവുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു VS അച്യുതാനന്ദൻ. അപ്പം അതൊക്കെയാണ്. ഇപ്പോൾ EMS എടുക്കുകയാണ്. EMS കമ്മ്യൂണിസ്റ്റുകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണല്ലോ. EMS P ഗോവിന്ദപിള്ളയാണ്. EMS ഏതുവരെയാണ് പഠിച്ചത്? കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കാതെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു, പാർട്ടി പ്രവർത്തനത്തിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെയൊക്കെയാണ് പ്രവർത്തി. അപ്പോൾ അന്ന് ആ വിദ്യാഭ്യാസ യോഗ്യതയെക്കാളേറെ അവരുടെ മനുഷ്യനെന്ന നിലയ്ക്കുള്ള അവരുടെ ഗുണഗണങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായന. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നിരന്തരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയും സമൂഹത്തിൽ ഇടപെടുകയൊക്കെ ചെയ്യും. ഇവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടല്ലോ, LLB ഉണ്ട്, ഡോക്ടറേറ്റ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ തികച്ച് പറയാൻ പറ്റും. സാധാരണ വക്കീലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇംഗ്ലീഷിൽ ഗംഭീര പ്രാവീണ്യമുള്ളവരായിരിക്കും, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന. കാരണം കോടതിയിൽ സംസാരിക്കണം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഔദ്യോഗികമായിട്ടുള്ള എഴുത്തൂത്തുകളെല്ലാം നടക്കുന്നത് ഇംഗ്ലീഷിലാണ് വക്കീലന്മാർക്ക്. അതുകൊണ്ട് ഇംഗ്ലീഷ് നല്ലപോലെ അറിഞ്ഞ ആൾക്കാരായിരിക്കും വക്കീലാവുക. വക്കീൽ പരീക്ഷ പാസ്സാവുന്നത് തന്നെ ഈ പറയുന്ന പോലെ നല്ലപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ്. അതൊന്നും ഇല്ലാത്ത ഒരാൾ MP ആയിട്ട് വരെ ഇരുന്നത് നമ്മൾ കണ്ടതാണല്ലോ. നേരെ ഒരു സെൻറ്റൻസ് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരുന്ന്. ശരി, ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയേക്കാൾ ഫാർ ബെറ്റർ ആണ് കേട്ടോ ഈ പറഞ്ഞ വ്യക്തി. റഹീമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. റഹീം കുഞ്ഞാലിക്കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് എന്നുള്ളതാണ്. പക്ഷേ റഹീമിന് മലയാളം നന്നായിട്ട് അറിയാം, വായിക്കുകയൊക്കെ ചെയ്യും, അത്യാവശ്യം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ പറയുന്ന കൂലി എഴുത്തുകാരെ വെച്ചൊന്നും അല്ല റഹീം എഴുതുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ്. റഹീമിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഈ പറയുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര മികവുണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. അത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ പോലും അത് വലിയ പ്രശ്നമൊന്നുമല്ല. കാരണം നമുക്ക് അറിഞ്ഞുകൂടാന്ന് പറയാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല LLB ഒക്കെ ഉള്ള MP ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. സ്ഥാനമാനങ്ങൾ ഉയർന്നു വരുന്തോറും, അതായത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ പ്രസിദ്ധമായ, മോർ റെസ്പോൺസിബിലിറ്റി കം മോർ പവേഴ്സ് എന്ന് പറയും. തിരിച്ചും പറയും, മോർ പവേഴ്സ് കം മോർ റെസ്പോൺസിബിലിറ്റി. കൂടുതൽ അധികാരം കയ്യിലേക്ക് വരുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കും. എത്രത്തോളം അതാണ് ഇവിടെ നമ്മൾ കാണേണ്ട. ഒരു സാധാരണക്കാരൻ ഇല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഇംഗ്ലീഷിൽ അത്ര ഗ്രാഹ്യമൊന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ ഈ പറയുന്ന ഭാഷ അറിഞ്ഞിരിക്കണം, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ കഴിയണമെന്നാണ്. ഇപ്പോൾ ട്രോളുകളിലൊക്കെ വരുന്നുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് എന്ന് എഴുതുമ്പോൾ ഒരു POLLIC എന്നാണ് എഴുതുന്നത്. പോലീസിൻ്റെ സ്പെല്ലിങ് അറിഞ്ഞൂടെ? പഴയ ഫോട്ടോയാണ്, അത് വെളിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫോറൻസിക് വകുപ്പിൻ്റെ എന്തോ ഒരു പരിപാടിക്കിടയിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും ശരി തന്നെ, ഇത്തരത്തിൽ ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും ഒരറിവും ഇല്ലാത്ത ആൾക്കാരാണോ നമ്മളെ നയിക്കുന്നത്, നമ്മളെ ഭരിക്കുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞ കാറ്റഗറി പെടുന്ന ആളുകളായിരിക്കും. പക്ഷെ എന്നാലും ഓൾഡ് സ്കൂളാണെങ്കിൽ അല്ലെ, ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരാണ്. അപ്പൊ അതൊക്കെ തെറ്റിക്കുമ്പോൾ മാത്രമാണ് ചെറിയ ഒരു അല്ലെങ്കിൽ ഒരു ഇത്ര വലിയ നേതൃത്വ സ്ഥാനത്തിലൊക്കെ ഇരിക്കുന്ന ഒരാള് സംസ്ഥാനത്തിന്റെ പേര് തെറ്റിക്കുമ്പോഴുള്ള ഒരു എന്താ പറയാ, ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അത് അറിയില്ലേ, അല്ലെങ്കിൽ നിരന്തരം ഇപ്പോൾ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ കേരളം എന്ന് എത്ര ഡോക്യുമെന്റ്സിൽ കാണുന്നുണ്ടായിരിക്കും, ഇത്ര പേപ്പറിൽ നിരന്തരം മുന്നിൽ വന്ന് പോകുന്നുണ്ടായിരിക്കും. എന്തായാലും എല്ലാം ഗവൺമെന്റ് ഓഫ് കേരള ഇങ്ങനെയായിരിക്കുമല്ലോ എഴുതുന്നത്. അപ്പൊ അത് തെറ്റിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും കുറച്ചുകൂടി ട്രോളായിട്ട് മാറിപ്പോകുന്നതിന്റെ ഒരു വിഷയം. അല്ലെങ്കിൽ ഇദ്ദേഹം ആ വാക്ക് കാണുന്നില്ലേ എന്ന് പോലും ചിന്തിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ നേതാക്കളാവേണ്ടത് ആര് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന്
ഉത്തരവും കൊടുക്കേണ്ടതുണ്ട്. ആ ഉത്തരം എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ധാരണയാണ് എല്ലാ കാര്യത്തിനുമുള്ള. അങ്ങനെ ഗുണമുള്ള ആൾക്കാർ തന്നെ, ക്വാളിറ്റി ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം നമ്മുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്. അത് രാഷ്ട്രീയ കാര്യങ്ങളിലായാലും ശരി തന്നെ, ഭരണകാര്യങ്ങളായാലും ശരി തന്നെ. അതല്ലാത്തതുണ്ടാകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ അതിനെ തുടർന്നുണ്ടാകും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയും അതിനപ്പുറം മറ്റൊന്നുമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.